This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്കായി സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്കാണ് സമിതി ഓഫീസിൽ വെച്ച് സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AA ഹമീദ് ഖാജി മുഖ്യാതിഥിയായിരുന്നു. ഏരിയ സെക്രട്ടറി KV ധനഞ്ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം AV ശശി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുഭാഷ് സ്വാഗതവും യൂത്ത് വിംഗ് സിജു ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കുള്ള സ്വീകരണ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വ്യാപാരി സമൂഹവും പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ അംഗങ്ങളെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം നൽകണം എന്നുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭരണസമിതിയുടെ ഇതിനു മുൻപ് ഉണ്ടായ ഭരണസമിതിക്കും നമ്മൾ ഇതുപോലെയുള്ള സ്വീകരണങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ 2 ആഴ്ച മുന്നേ തന്നെ നമ്മുടെ ഭരണസമിതിക്ക് സ്വീകരണം കൊടുക്കണം എന്ന ആഗ്രഹപ്രകാരം നമ്മൾ പോയി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ്, അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും നീട്ടാനുണ്ടായ കാരണം. അതുപോലെ തന്നെ 2010-15 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഉണ്ടായ ഭരണസമിതി അംഗങ്ങളാണ്. അതിൽ ഏറെയും ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ളത് നമ്മുടെ പഴയ ഭരണസമിതിയിൽ ഇങ്ങോട്ട് ഉണ്ടായ മെമ്പർമാര് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രസിഡന്റ്, 2 പ്രസിഡന്റുമാർ ഉൾപ്പെടെ നമുക്ക് ഈ ഭരണസമിതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തും വലിയ തരത്തിൽ ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ ലൈസൻസുകളും, അതുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, അതുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സാഹചര്യം കുറേ കൂടി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ ചെയ്ത് ഒരു വ്യാപാര, ഇന്നത്തെ ഈ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള വ്യാപാര മാന്ദ്യമെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചെറിയ അങ്ങാടികളിൽ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും നിലവിലുള്ള വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഏതെല്ലാം തരത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്കെല്ലാം ചെയ്തുകൊണ്ട് ഈ നാടിനെ, ഈ പ്രദേശത്തെ ഒരു മെച്ചപ്പെട്ട വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ വ്യാപാര സമൂഹം ഇതുവരെ കാണാൻ സാധിച്ചതിൽ ഏറ്റവും ഗൗരവമായി, ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ തവണയും തൊഴിൽ നികുതി ഉൾപ്പെടെ, ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചുകൊണ്ട്, അതൊരു ഗ്രാമപഞ്ചായത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ല പറയുന്നത്, വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ കൊല്ലവും വ്യാപാര സമൂഹത്തിൽ നിന്ന് നല്ല നിലയിലേക്കുള്ള കാശ് ഗവൺമെൻറ് പല വിധത്തിൽ, സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ വ്യാപാര സമൂഹത്തിൽ നിന്ന് നല്ല നിലയിലേക്ക് ഉപയോഗിക്കുമ്പോൾ തിരിച്ച് വ്യാപാരികൾക്കും അത്തരത്തിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഒരു പരിധിവരെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും, അതൊക്കെ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികളും നല്ല നിലയിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സെക്രട്ടറി ഇവിടെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ഏകദേശം ഒരു രൂപം ഉപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഉപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത്. കാരണം കച്ചവടക്കാരാണ്, കച്ചവടക്കാരുടെ ആവശ്യങ്ങളും
പ്രശ്നങ്ങൾ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആളുകളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ പറയുന്ന കാര്യം അതിനകത്ത് ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. ഞങ്ങളെ സ്വീകരിച്ച് ഇവിടെ വന്ന് വ്യാപാരി വ്യവസായ സമിതി കമ്മിറ്റി ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ കാര്യവും ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അത് പിന്നെ ജില്ലാ സെക്രട്ടറി അതിൻ്റെ ഒരു മറുപടിയൊക്കെ പറഞ്ഞു. നിങ്ങളിപ്പം പ്രയാസപ്പെട്ട് ഈ വ്യാപാര മേഖലയൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന പറഞ്ഞാൽ വേറെ മറ്റു ചെറിയ കാര്യം കൊണ്ടൊന്നുമല്ല. ഇതിനൊക്കെ മൊത്തം വിഴുങ്ങാനായിട്ട് വലിയ 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 കോർപ്പറേറ്റ് കച്ചവടക്കാർ വരുമല്ലേ. അവർ മൊത്തം തക്കാളി മേടിച്ച് 10,000 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് നിറച്ചിട്ടാ പിന്നെ ഈ കച്ചവടം കൂട്ടുമല്ലേ. അങ്ങനെയല്ല കുറെ കാര്യം, ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യാപാര മേഖലയൊക്കെ പ്രയാസം വരാൻ. പക്ഷേ ഈ പ്രയാസങ്ങൾക്ക് ഇടയ്ക്കും അതിക്രമിച്ച് നമ്മൾ കടന്നു പോയേ പറ്റൂ. ാണ് വ്യാപാരികൾ. അപ്പം കുടുംബത്തിലൊരു അംഗത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് ഞങ്ങളുടെയും കൂടി ബുദ്ധിമുട്ടാണ്. അതിന് അങ്ങനെ ഒരു സാഹചര്യം വരാതെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷ ഇവിടെ അനുമോദനത്തിന് ക്ഷണിക്കാൻ വന്നപ്പോൾ 3-4 കാര്യങ്ങൾ ഞങ്ങൾക്ക് നിവേദനമായി തന്നിരുന്നു. അത് എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണുള്ളത്. ഫൈനിൻ്റെ കാര്യം പറഞ്ഞത്, അത് ജില്ലയിൽ നിന്ന് വന്ന് ചെയ്യുന്ന ഫൈനാണ്. ഗ്രാമപഞ്ചായത്തിന് ഒരു പരിധിവരെ അതിനകത്ത് നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അന്വേഷണത്തിൽ അറിഞ്ഞത്. എങ്കിലും ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമോ അത് ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുമെന്ന്. ഇപ്പം നിലവിലുള്ളത് ഏകദേശം ഒരു 10-15 വർഷമായിട്ട് എൻ്റെ ഉപജീവനവും എൻ്റെ ഒരുപക്ഷെ കാഴ്ചപ്പാടും എല്ലാം വ്യാപാര മേഖലയിലാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. നമ്മളെല്ലാം നിത്യം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരു വ്യാപാരി ഒരു കച്ചവടത്തിൽ വിജയിച്ചാൽ ലോകത്തിൽ എവിടെ ചെന്നാലും ആ വ്യാപാരിനെ പരാജയപ്പെടുത്താൻ പറ്റുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.